ഓഗസ്റ്റ് വരെ സിനിമകൾ വേറെ ഇല്ലേ, ചെയ്തു തീർക്കാനുണ്ടോ? എനിക്ക് ഒരു 3-4 സിനിമകളും കൂടെ ഉള്ളൂ. അത് ചെയ്ത് തീർത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഡേറ്റ് ഒന്നും കൊടുക്കുന്നില്ല ഇപ്പൊ? തൽക്കാലം കൊടുത്തിട്ടില്ല. ഇടക്കുന്ന സുഹൃത്തുക്കളുടെ സുഹൃത്ത് വലയത്തിലെ സിനിമകൾ വന്നാൽ ചെയ്യും എന്നല്ലാതെ വേറെ തൽക്കാലം ഒന്നും പിടിച്ചിട്ടില്ല. ഇതൊരു വലിയൊരു ഇനീഷ്യേറ്റീവ് ആയിട്ടും അല്ലെങ്കിൽ ഇത് മുന്നോട്ട് മലയാള സിനിമേനെ നമുക്കെന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ആലോചിച്ചു. അത് പലരും പല ബാനറുകളും പുതിയ ആൾക്കാർക്ക് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് അവരുടെ ഗ്രൂപ്പിനകത്തും അവർക്ക് പരിചയമുള്ള അവിടെ തീരുകയാണ്. അതൊരു ഗ്രൂപ്പിനകത്ത് തന്നെ ഒതുങ്ങുകയാണ്. അതിലൊതുങ്ങാതെ നമുക്ക് ഓപ്പണായിട്ട് ഒരു എന്താ പറയണ്ടേ, എല്ലാവർക്കും വന്ന് നിൽക്കാൻ പറ്റുന്ന ആ രീതിയിൽ ഈ ശ്രീനിവാസൻ ഫിലിം കമ്പനി അല്ലെങ്കിൽ ഈ കമ്പനി എല്ലാവരെയും വെൽക്കം ചെയ്യുന്ന ഒരു കമ്പനിയായി മാറ്റണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. നല്ലൊരു തീരുമാനമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ചാനലിലാണ് നമ്മളെ സൗഹൃദമാണല്ലോ, അതെല്ലാം പറയാനുള്ളത്. കേരളത്തില് എല്ലാ ജില്ലകളിലും പോയിട്ട് ഓഡീഷൻ നടത്തുവാന്ന് വരുമ്പോ വലിയ റിസ്ക് ആണ്. അത് ധ്യാനെ പോലുള്ള ആള് യാത്ര ചെയ്തു. അപ്പൊ അതിനകത്തൊരു ടീമും ഉണ്ടാവും അല്ലെ? തീർച്ചയായിട്ടും ടീം ഉണ്ടാവും. നമ്മളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അപ്പൊ നമ്മളൊരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ഇപ്പൊ നമ്മൾ ടീംസിനെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. സ്ക്രിപ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു എല്ലാ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ആദ്യത്തെ സിനിമ ഒരു വലിയ സിനിമയായിരിക്കും, അങ്ങനെ വല്ല പ്ലാൻ ഉണ്ടോ? അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. ആദ്യത്തെ സിനിമ എപ്പോഴും വരും. ഞാൻ പറഞ്ഞില്ല, ഇതൊരു ലോങ് ടേം പ്ലാനാണ്. അപ്പോൾ എന്താ പറയണ്ടേ, ഞാൻ പറഞ്ഞല്ലേ, ചേട്ടൻ്റെ കൂടെ വന്ന ആൾക്കാരാണ് ബേസിൽ വന്നു അൽഫോൺസ് ചേട്ടൻ വരുന്നു. അല്ലെങ്കിൽ ചേട്ടൻ ഇനീഷ്യലി സപ്പോർട്ട് ചെയ്ത ആൾക്കാർ അഭിനവ്, മുകുന്ദനുണ്ണിയുടെ ആൾ വന്നു, ജൂഡിനോട് മിഥുന് വന്നു. ഇതൊരു വലിയൊരു സൗഹൃദ വലയമാണ്. ഇതിൽ നിന്ന് ചേട്ടൻ്റെ കൂടെ വന്നു, അച്ഛൻ്റെ കൂടെ വന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇവരൊക്കെ പരിചിത വലയത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അതല്ലാതെ ഇതിന്റെ പുറത്തോട്ട് സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഏത് വഴി? ഇപ്പം പലരും എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഒരു കഥ പറയണമെന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കഥ കേൾക്കുന്ന കൺട്രോളർമാർ വഴി, നമുക്ക് പരിചയമുള്ള കൺട്രോളർമാർ വഴിയാണ്. ചിലപ്പോൾ ഇവരുടെ കഥയൊക്കെ നല്ലതായിരിക്കും. ഇപ്പം നമ്മൾ പറയും, മോനെ ആദ്യം പോയിട്ട് നീ ഒരു കൺട്രോളറിനെതി, ഒരു പ്രൊഡക്ഷൻ എതി, ഇതൊക്കെ നമ്മൾ സ്വാഭാവികം പറയാം. പക്ഷെ ഇവർക്ക് അറിയില്ല ഇത് എങ്ങനെ ഒരു നല്ല കഥ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതിനെങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇതിന്റെ റൂട്ട് എന്താണെന്ന് അറിയാത്ത പലരും ഉണ്ട്. അപ്പൊ അത് എനിക്കറിയാവുന്ന വിളിക്കുന്ന ചിലവരുടെ അടുത്തൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്, ഇത് ചെയ്യാറുണ്ട്. ചിലവരുടെ കഥ നമുക്ക് കേൾക്കാൻ സമയമില്ലാതെ വരുമ്പോൾ നമ്മൾ ഇതാക്കാറുണ്ട്. പക്ഷെ ഇനി ഉള്ള കാലത്ത് നമുക്ക് വേണ്ടതും നല്ല കഥകളാണ്, നല്ല സിനിമകളാണ്, നല്ല എഴുത്തുകാരെയാണ്. അതൊരു എല്ലാ കാലവും മലയാള സിനിമ അനുഭവിച്ചിരുന്ന ഒരു ക്രൈസിസ് എന്ന് വെച്ചാൽ നല്ല കഥകൾ ഉണ്ടാവുക എന്നുള്ളത്. അത് ആരുടെ കയ്യിലാണ് ഉള്ളതെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇതുപോലത്തെ ശ്രീനിവാസനെ പോലത്തെയും ലോഹിദാസിനെ പോലത്തെ എഴുത്തുകാർ വീട്ടിലിരിപ്പുണ്ടാവും. അവർക്കൊക്കെ ചിലപ്പോൾ ഒരു തുടക്കം കിട്ടാനോ അല്ലെങ്കിൽ ഒന്ന് മുന്നോട്ട് വരാനോ ഉള്ള മടിയുള്ള കുറേ പേരുണ്ടാവും. എനിക്ക് തന്നെ അറിയാം, നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ഒരുപാട് നല്ല എഴുത്തുകാരുണ്ട്. പക്ഷെ അവർക്കൊന്നും ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കഥ പറയാനോ അല്ലെങ്കിൽ ഉള്ളൊരു ചില മടിയുടെ പുറത്ത്. പക്ഷെ അങ്ങനത്തെ ആൾക്കാരെയൊക്കെ വീട്ടിൽ നിന്ന് പുറത്ത് ചാടിച്ച് ഇങ്ങനെ ഒരു ഓഫർ കൊടുക്കുമ്പോൾ പലരും വരുമെന്നാണ് എൻ്റെ വിശ്വാസം. പ്രത്യേകിച്ച് നമ്മളതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന സമയത്ത് ആൾക്കാർ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. പ്ലസ് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണം. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസ് എൻ അഡ്വക്കേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ വലിയ പ്രസക്തി ഉണ്ട്. കാരണം പലപ്പോഴും എന്നോട് ചോദിക്കുന്ന സമയത്ത് ആൾക്കാർ സംസാരിക്കുമ്പോഴൊക്കെ ചോദിക്കുന്നത്, നിങ്ങളൊക്കെ ഒരു ഗ്രൂപ്പിനകത്ത് സിനിമ ചെയ്യുന്നു, നിങ്ങളൊരു ആ ഗ്രൂപ്പും ഇല്ല, ഗ്രൂപ്പിസോ ഇല്ല, ഒരു പരിപാടി ഇല്ല. ഇനി എല്ലാവരും വരട്ടെ, സിനിമ ആഗ്രഹിക്കുന്ന, സിനിമ സ്വപ്നം കാണുന്ന എല്ലാവരെയും നമ്മൾ ചേർത്ത് നിർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ പാഷനേറ്റ് ആൾക്കാരെ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കും എന്നുള്ളത്. അപ്പൊ ആ ഒരു സംരംഭം വിജയിക്കട്ടെ, കൂടെ ഉണ്ടാവും യാത്രയിൽ 100%. എവിടെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. അവിടെ പ്രൊഡക്ഷന് ചായ കൊടുക്കാൻ പോലും പറഞ്ഞാലും നമ്മളുണ്ടാവും. കാരണം വെച്ചാൽ അത്രയും നിങ്ങളുടെ കമ്പനി ധ്യാനം ഇഷ്ടം, അച്ഛനെ ഇഷ്ടമാണ് എനിക്ക്. ആ കമ്പനിക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും കൂടെ ഉണ്ടാവും. എനിക്ക് ജീവനുള്ളത്ര കാലം, എനിക്ക് ആയുസ്സുള്ളത്ര കാലം കൂടെ ഉണ്ടാവും. ഉറപ്പ് എനിക്ക് തരാൻ കഴിയും. ആ ഇഷ്ടമുള്ളതുകൊണ്ടാണ് കേട്ടോ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.